ദൈവത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ തിരുപ്പിറവിയുടെ ഓർമ്മ കൊണ്ടാടുന്ന ഈ നാളുകൾ നമുക്ക് പുതുക്കത്തിന്റെയും വിശുദ്ധിയുടെയും നാളുകളായി തീരട്ടെ. സ്വർഗോന്നതി വെടിഞ്ഞ് ലോകരക്ഷകനായി അവതരിച്ച യേശുക്രിസ്തുവിനെ അനുധാവനം ചെയ്യുവാൻ നമുക്ക് കഴിയട്ടെ. ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായി സഖറിയ പ്രവാചകന്റെ പുസ്തകം 9-ാം അധ്യായം 9 മുതൽ 17 വരെയുള്ള വാക്യങ്ങളാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്. കുറിവാക്യമായി 9-ാം വാക്യം വായിക്കുന്നു: സിയോൻ പുത്രിയെ ഉച്ചത്തിൽ ഘോഷിച്ച് ആനന്ദിക്ക, യെരൂശലേം പുത്രിയെ ആർപ്പിടുക. ഇതാ നിന്റെ രാജാവ് നിന്റെ അടുക്കൽ വരുന്നു. അവൻ നീതിമാനും ജയശാലിയും താഴ്മയുള്ളവനുമായി കഴുതപ്പുറത്തും പെൺകഴുതയുടെ കുട്ടിയായ ചെറു കഴുതപ്പുറത്തും കയറി വരുന്നു. മശിഹായിലൂടെ വെളിപ്പെടുന്ന ദൈവിക ക്രമം എന്ന വിഷയത്തെപ്പറ്റി നമുക്ക് ചിന്തിക്കാം. ചെറു പ്രവാചകന്മാരുടെ രചനകളിൽ 11-ാമത്തെ പുസ്തകമായി ചേർത്തിരിക്കുന്ന സഖറിയ പ്രവചനം യഹൂദ സമൂഹത്തിലെ പ്രശ്നങ്ങളെയും അതിന്റെ മധ്യേയുള്ള ദൈവിക ഇടപെടലുകളെയും വരച്ചു കാട്ടുന്നു. ബാബിലോണി പ്രവാസത്തിലേക്ക് യഹൂദ ജനത്തെ നയിച്ചത് അനുതാപരഹിതമായ മനോഭാവമാണെന്ന് പ്രവാചകൻ വ്യക്തമാക്കുന്നു. എങ്കിലും അനുതാപ ഹൃദയത്തോടെ ദൈവത്തെങ്കിലേക്ക് മടങ്ങി വരുന്നവരെ ദൈവം യഥാസ്ഥാനപ്പെടുത്തി ഉറപ്പിക്കുകയും അവർക്ക് പുത്തൻ പ്രതീക്ഷ നൽകുകയും ചെയ്യുന്നു. യെരൂശലേമിൽ മടങ്ങിയെത്തിയ ജനതയുടെ വിശ്വാസ കൂട്ടായ്മയുടെ ഇടമായ ദൈവാലയത്തിന്റെ പുനഃസ്ഥാപനം സംഭവിക്കുന്നു. ഇപ്പോഴുള്ള ജീവിത സാഹചര്യത്തെപ്പറ്റി ജനം വ്യാകുലപ്പെടുമ്പോൾ സഖറിയ പ്രവാചകനിലൂടെ യഹോവ തന്റെ ജനത്തെ ഓർക്കുന്നു എന്ന് വ്യക്തമാക്കുന്നു. മശിഹാ യുഗത്തിന്റെ ആരംഭത്തെപ്പറ്റി പ്രവാചകൻ വർണ്ണിക്കുമ്പോൾ യുഗാന്ത്യ ദർശനവും ഈ ഭാഗത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. സഖറിയാവ് 2-ാം അധ്യായം 10-ാം വാക്യവും 3-ാം അധ്യായം 14 മുതൽ 15 വരെയുള്ള വാക്യങ്ങളും ചേർത്ത് വായിക്കുന്നതിലൂടെ സിയോൻ പുത്രിയുടെ മധ്യ വസിക്കുന്ന ദൈവത്തെയും ഇസ്രയേലിൻ രാജാവായ യഹോവയുടെ ആഗമനത്തെയും കാണുവാൻ സാധിക്കും. ആഘോഷങ്ങളോടും ആർപ്പിടലുകളോടും കൂടെ ജനം രാജാവിനെ സ്വീകരിക്കുന്നു. ഭയങ്കരനും അത്യുന്നതനുമായ യഹോവ സർവഭൂമിക്ക് മഹാരാജാവാകുന്നു എന്നും സകല രാജാക്കന്മാരും അവനെ നമസ്കരിക്കുകയും സകല ജാതികളും അവനെ സേവിക്കുകയും ചെയ്യട്ടെ എന്നുമുള്ള ദാവീദ് രാജാവിന്റെ വാക്കുകളും ചേർത്ത് വായിക്കുമ്പോൾ അവൻ സർവ്വലോകത്തിന്റെ അധിപതിയാണെന്ന് വ്യക്തമാകുന്നു. പൂർവ്വപിതാവായ യാക്കോബ് തന്റെ ജീവിത സായാഹ്നത്തിൽ മക്കളെ അനുഗ്രഹിച്ചു ചൊല്ലുമ്പോൾ നീങ്ങിപ്പോകാത്ത ചെങ്കോലും രാജദണ്ഡും യഹൂദയ്ക്ക് എന്ന് പറയുന്നുണ്ട്. ദൈവം ശാശ്വത പർവ്വതങ്ങളെക്കാൾ തേജസ്സും മഹിമയുള്ളവനാകുന്നു എന്നും അവൻ വില്ലൊടിച്ച് കുന്തം മുറിച്ച് രഥങ്ങളെ തീയിലിട്ട് ചുട്ടുകളയുന്നതിലൂടെ യുദ്ധം നിർത്തൽ ചെയ്യുന്നു എന്നും ദാവീദ് പ്രഘോഷിക്കുന്നു. ദാവീദിന് നീതിയുള്ള ഒരു മുളയായവനെ ഉത്ഭവിപ്പിക്കുകയും അവൻ രാജാവായി വാണ് ബുദ്ധിയോടെ പ്രവർത്തിച്ച് ദേശത്ത് നീതിയും ന്യായവും നടത്തും എന്ന യിരെമ്യാ പ്രവാചകന്റെ വാക്കുകളും പെൺകഴുതക്കുട്ടിമേൽ കയറി വരുന്ന മശിഹായിലേക്ക് വിരൽ ചൂണ്ടുന്നു. സമാധാന പ്രഭുവായ മശിഹായുടെ വരവ് ലോകക്രമപ്രകാരമുള്ള ശക്തിയുടെ സൂചകങ്ങളായ മൃഗങ്ങളിന്മേലല്ല എന്നത് ദൈവത്തിന്റെ ആത്യന്തികമായ ശക്തിയെ വെളിവാക്കുന്നു. സമാധാനത്തിന്റെയും താഴ്മയുടെയും യഥാർത്ഥ ശക്തിയെപ്പറ്റി ബലഹീന ജീവിയായ കഴുതയെ വാഹനമാക്കി വരുന്നതിലൂടെ ക്രിസ്തു പഠിപ്പിക്കുന്നു. നിലവിലുണ്ടായിരുന്ന ശക്തി അധികാര കേന്ദ്രങ്ങൾക്കെതിരെയുള്ള വിമർശനമാണ് ഇത്. മാനുഷിക ബലസങ്കല്പങ്ങളിൽ ആശ്രയിച്ച് സർവശക്തിയുള്ള ദൈവത്തെ മറന്ന് ഈ ലോകക്രമങ്ങളിൽ ജീവിച്ച് രമിക്കുമ്പോൾ പ്രകൃതിയിലൂടെയും ജീവജാലങ്ങളിലൂടെയും മിന്നലിലൂടെയും തെക്കൻ ചുഴലിക്കാറ്റുകളിലൂടെയും ദൈവിക നീതി നിവർത്തിക്കപ്പെടുക തന്നെ ചെയ്യും. സൈന്യബഹുത്വത്താൽ രാജാവ് ജയം പ്രാപിക്കുന്നില്ല, ബലാധിക്യം കൊണ്ട് വീരൻ രക്ഷപ്പെടുന്നതുമില്ല, ജയത്തിന് കുതിര വ്യർത്ഥമാകുന്നു എന്ന വാക്യം ദൈവത്തിന്റെ അപരിമേയമായ ശക്തിയെ വരച്ചു കാട്ടുമ്പോൾ ഏത് മനുഷ്യനും ഉറച്ചു നിന്നാൽ ഒരു ശ്വാസം മാത്രമാണെന്നും ഏത് ബലഹീനനെയും ബലപ്പെടുത്തി ഉയർത്തുവാൻ ദൈവത്തിന് കഴിയും എന്ന തിരിച്ചറിവ് ഈ ആഗമന കാലത്ത് ദൈവബലത്തിൽ ആശ്രയിച്ച് ജീവിക്കുന്നതിന് നമ്മെ ആഹ്വാനം ചെയ്യുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹവാനായ ദൈവമേ, മശിഹായിലൂടെ വെളിപ്പെടുന്ന ദൈവിക ക്രമത്തെ ധ്യാനിക്കുന്ന ഈ വേളയിൽ ദൈവിക ശക്തിയെ പറ്റിയുള്ള യഥാർത്ഥ കാഴ്ചപ്പാട് ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങളെ ആക്കിയിരിക്കുന്ന ഇടങ്ങളിൽ ദൈവിക ഇടപെടലുകളുടെ മാധ്യമങ്ങളായി പ്രവർത്തിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ.